കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ബൈബിളിലെ വചനം 1 ശമൂവേൽ 16 ദാവീദിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്. അവിടെ ബത്ലഹേംകാരനായ ജെസ്സയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ജെസ്സയുടെ മക്കളിലെ ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ശമൂവേൽ പ്രവാചകനോട് പറയാണ്, നീ വേഗം ബത്ലഹേമിലേക്ക് പോകുക. അവിടെ ജെസ്സ എന്നൊരു വ്യക്തിയുണ്ട്, ആളുടെ ഒരു മകനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. വേഗം ശമൂവേൽ അവിടെ നിന്ന് പോവുകയാണ്. ജെസ്സയുടെ അടുത്തേക്ക് ജെസ്സയോട് പറഞ്ഞു, നിൻ്റെ മക്കളിൽ ഒരാളെ ദൈവം അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ജെസ്സയ്ക്ക് ഇത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി, കാരണം തൻ്റെ മക്കളിൽ ഒരാളെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ 7 മക്കളെയും കൊണ്ടുവരികയാണ് ജെസ്സ. അങ്ങനെ ശമൂവേൽ അപ്പോൾ ആദ്യം വിചാരിച്ചു അതിൽ നല്ലൊരു ആകാരവടിവുള്ളൊരു മകനെ കണ്ടു. അപ്പോൾ ശമൂവേൽ വിചാരിച്ചു അതായിരിക്കും ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, അതല്ല, ഞാൻ അവനെയല്ല പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ജെസ്സ അടുത്ത മകനെ കൊണ്ടുവന്നു. അപ്പോഴും ദൈവം പറഞ്ഞു അവനെയല്ല എന്ന്. ദൈവം നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ. ദൈവം നമ്മൾ മനുഷ്യനിലെ ബാഹ്യമായത് കാണുന്നു, എന്നാൽ ദൈവം കാണുന്നത് അവനെ ഹൃദയഭാവത്തിലാണ് കാണുന്നതെന്നാണ് ദൈവം അതിനകത്ത് വിവരിക്കുന്നത്. അപ്പോൾ തന്നെ ജെസ്സയോട് ശമൂവേൽ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഈ മക്കളല്ലാതെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ജെസ്സ പറയുന്നുണ്ട്, ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ എവിടെയാണ് അവൻ എന്ന് വീണ്ടും ശമൂവേൽ ചോദിക്കുന്നു. അവൻ അങ്ങ് പറമ്പിലാണ്, അവനൊരു കൊച്ചു ചെറുക്കനാണ്, ബാലനാണ്, അവനെ ഒന്നും ഇപ്പോൾ ദൈവം എന്തായാലും അഭിഷേകം ചെയ്യാൻ വിളിക്കില്ല എന്നാണ് ജെസ്സ വിചാരിച്ചത്. അപ്പോൾ ശമൂവേൽ അവനോട് പറയണം, വേഗം അവനെ വിളിച്ചു കൊണ്ടുവാ, പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവാ ഇവിടേക്ക്. അപ്പോൾ വേഗം ജെസ്സ എന്ത് ചെയ്യുകയാണ്, ഒരാളുകൾ വിളിച്ച് അവനെ ഇവിടെ നിന്ന് കൊണ്ടുവരികയാണ്. അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാകെ അറിയുന്നത് എന്താണ്? ആടുകളെ മേയ്ക്കാനും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ അവനറിയുള്ളൂ. അവന് മറ്റുള്ളവരോട് ഒരു സംസാരിക്കാനോ അങ്ങനെ വലിയ ഇതൊന്നും കാണിക്കാനോ ഒന്നും അവനൊരു ചെറിയൊരു ബാലനായിരുന്നു. മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവൻ എല്ലാമായിരുന്നു. അങ്ങനെ വേഗം അവൻ വന്നു. ജെസ്സയുടെ മകനായ ദാവീദ് അവിടെ എത്തി. അപ്പോൾ ശമൂവേൽ അവനെ സഹോദരങ്ങളുടെ മുൻപാകെ അവനെ അങ്ങ് അഭിഷേകം ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാനുള്ളത്, നമ്മൾ എത്രയോ വലിയവരോ എത്രയോ വലിയ പൈസയുള്ളവരോ എത്ര നമ്മൾ ആരോഗ്യമുള്ളവരോ എന്നതിലല്ല ദൈവം നോക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിലുള്ള വിനയവും എളിമയുമാണ് നോക്കുന്നത്. നമ്മുടെ ദൈവത്തോടുള്ള സമീപനമാണ് ദൈവം നോക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര വലിയ